ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊന്ന് ചെല്ലാനത്ത് മറ്റേ സീവാൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഗൈസ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കുറേ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ആ ഉള്ളായിരുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചൂണ്ടിടാൻ വേണ്ടി വന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ടു. എനിക്ക് ഈ ചൂണ്ടിടുന്ന കാണാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ചൂണ്ടില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും പറ്റില്ല. എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ വാങ്ങിക്കണമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കണ്ടു. ഭയങ്കര കാറ്റായിരുന്നു ആൻഡ് ഭയങ്കര രസമായിരുന്നു അവിടെ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന് പിന്നെ ഞാൻ സത്യം പറയല്ലോ, അവിടെ എന്ന് വെച്ചാൽ ഒരാൾക്ക് പോലും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഭയങ്കര തിരയായിരുന്നു. തിര ഇങ്ങനെ അടിച്ച് വന്ന് ഇതാക്കായിരുന്നു. പക്ഷെ നമ്മുടെ മേത്തേക്കൊന്നും വീഴത്തില്ല. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാലൊക്കെ വേദന എടുത്തപ്പോൾ എൻ്റെ ചേച്ചി ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഗായ്സ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നടന്നപ്പം അടുത്തു. ബട്ട് ഗേൾസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വാ തുറന്നാൽ വരുന്ന കാറ്റിന് ഉപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞു നടന്ന് വീണ്ടും സ്ഥലങ്ങൾ കണ്ടു. അപ്പോഴത്തേക്കിനും ചെറുതായിട്ട് സൂര്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടു ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് അതിൽ കിടന്നൊക്കെ കുറേ ഫോട്ടോ എടുത്ത് തിരിച്ച് പോരാൻ നേരമായപ്പോഴത്തേക്കിനും ഗൈസ് അവിടെ ഒരു വെറൈറ്റി സാധനം കപ്പലുണ്ടല്ലോ ഗൈസ്, പള്ളി കപ്പൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പള്ളി. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കടയിൽ പോയി, നീണ്ടകരയിൽ പോയിട്ടോ. അവിടെയുള്ള കടയിൽ കയറി. ഞാൻ വീഡിയോ എടുത്ത് അറിഞ്ഞില്ല ഗൈസ്, അത് ചോദിച്ചാൽ വീഡിയോ എടുക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് ഷേക്കാണ്. ബട്ട് ഗൈസ് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയില്ല. മാംഗോ ഷേക്ക് എന്നിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം ഞാൻ കഴിച്ചിട്ട് എൻ്റെ ഷേക്കിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഷേക്ക് വന്നതും ഞാൻ എടുക്കാൻ മറന്നു. കുറച്ച് ബസ്സൊക്കെ അങ്ങോട്ട് പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു.